all, welcome to another video. So, this video നമ്മൾ CSET സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യലി മെയ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICSI ബോർഡ് എല്ലാ മന്തും പബ്ലിഷ് ചെയ്യുന്ന ഈ ബുള്ളറ്റിനിലെ എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് ആൻസേഴ്സ് എല്ലാം ഒന്ന് കണ്ടുപിടിച്ചാലോ? ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Expenditure by government on national highways development project is covered under dash. അതായത് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ്റിന് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏത് എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനിയിപ്പം നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കി. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ ഓപ്ഷൻസിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? 1 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും 2 റവന്യൂ എക്സ്പെൻഡിച്ചറും. ഓക്കെ അല്ലേ? ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയണ്ടേ? ഇത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ. ഈ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത് മൂലം ഗവൺമെൻറ്റിന് ഒരു അസറ്റ് കൂടുകയോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു മെഷീൻ വാങ്ങിക്കുന്നു. ഈ മെഷീൻ വാങ്ങിക്കുന്നത് മൂലം ഗവൺമെൻറ് ഒരു എക്സ്പെൻസ് ഉണ്ടാവുകയാണല്ലോ. കയ്യിൽ നിന്ന് കാശ് കൊടുത്തല്ലേ വാങ്ങണേ. അപ്പോൾ അതൊരു എക്സ്പെൻസ് ആണല്ലോ, ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നു. പക്ഷേ എക്സ്പെൻസ് ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ മെഷീൻ എന്ന് പറയുന്ന ഒരു അസറ്റ് കൂടുകയല്ലേ. മെഷീൻ എന്ന് പറയുന്ന ഒരു അസറ്റ് നമുക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത് മൂലം ഒരു അസറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുന്നു. ഓക്കെ അല്ലേ? അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നുണ്ട്, ഗവൺമെൻറ്റിന് ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നുണ്ട്. ഈ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത് മൂലം അസറ്റ് കൂടുന്നുമില്ല, ലയബിലിറ്റി ഉണ്ടാവുന്നുമില്ല. ഓക്കെ അല്ലേ? ഈ ഗവൺമെൻറ്റിന് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നത് മൂലം അസറ്റ് എന്ന് പറയുന്നൊരു സാധനം കൂടുകയോ ലയബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം കുറയുകയോ ചെയ്യുന്നില്ല. ഇതിനെ എന്തെന്ന് പറയും? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇനിയിപ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷൻസ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിൽ വരുന്ന എക്സ്പെൻസസ്, വലിയ വലിയ പ്രോജക്റ്റുകളിലേക്ക് ഗവൺമെൻറ്റിന് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്താ? നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സർവീസസ് ഉണ്ടല്ലോ, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സർവീസസിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിന് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ നോക്കിയേ. പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ്റിന് വരുന്ന റെക്കറിങ് നേച്ചറുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. റെക്കറിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എക്സ്പെൻസസിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? സാലറി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ. നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സ് കാണുമല്ലോ, അങ്ങനത്തെ എക്സ്പെൻഡിച്ചേഴ്സ് എന്താണ്? ഈ നോൺ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 4 ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഓപ്ഷൻ എ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് റൈറ്റ് ആൻസർ. എങ്ങനെയാണ് റൈറ്റ് ആൻസർ ആവുന്നത്? പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം എവിടെയാണ് വരുന്നതെന്നാണ് പറയുന്നത്? നമ്മുടെ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അതൊരു വലിയ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് അല്ലേ? അപ്പോൾ ഈ നാഷണൽ ഹൈവേസ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മളുടെ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു എക്സ്പെൻഡിച്ചറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലായിരുന്നോ? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നേരെ പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആരെങ്കിലും കിഡ്ലിൻസ് ലോ ഒന്ന് കേട്ടിട്ടുണ്ടോ? കിഡ്ലിൻസ് ലോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക് നമ്മൾ കൃത്യമായിട്ട്
എഴുതുകയാണെങ്കിൽ ആ പ്രോബ്ലം ഹാഫ് സോൾവ്ഡ് ആയി എന്നാണ് പറയുന്നത്. നമ്മൾ ആ കിഡ്ലിൻസ് ലോ ആണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദി ഡാഷ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെന്റ്സ് റവന്യൂ ഫ്രം ടാക്സസ് ആൻഡ് നോൺ ടാക്സ് സോഴ്സസ് ആൻഡ് ഇറ്റ്സ് എക്സ്പെൻസസ് എക്സ്ക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഓൺ പാസ്റ്റ് ഡെറ്റ്. ഇത് ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ആ ഇക്വേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നോക്ക്, ദി ഗവൺമെന്റ്സ് റവന്യൂ ഫ്രം ടാക്സസ് ആൻഡ് നോൺ ടാക്സ് സോഴ്സസ് ആൻഡ് ഇറ്റ്സ് എക്സ്പെൻസസ്. ഇത് ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടും എക്സ്ക്ലൂഡിങ് ദ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓൺ പാസ്റ്റ് ഡെറ്റ്സ് ഇതിനെ സെക്കൻഡ് പാർട്ടായിട്ടുമാണ് പറയുന്നത്. ദി ഗവൺമെൻറ്റ്സ് റവന്യൂ ഫ്രം ടാക്സസ് ആൻഡ് നോൺ ടാക്സ് സോഴ്സസ് ആൻഡ് ഇറ്റ്സ് എക്സ്പെൻസസ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഓൺ പാസ്റ്റ് ഡെറ്റ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ടിനെ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഈ ഒരു ഫസ്റ്റ് പാർട്ടിനെ നമുക്ക് ഒറ്റ വാക്കിൽ നമുക്കൊരു വേർഡ് വിളിച്ചാലോ, ഒറ്റ വാക്കിൽ നമുക്ക് അതിനെ ഒരു പേര് വിളിച്ചാലോ? അതിനെ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കാം. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഇൻസഫിഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് ഗവൺമെൻറ് അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ ബോറോ ചെയ്യേണ്ടത് അതിനെയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പോർഷനെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് നമ്മൾ മാറ്റുന്നു. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന പേര് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ വരും. ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അല്ലേ, മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഇപ്പം ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്ന്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈമറി ഡെഫിസിറ്റിൻ്റെ ഇക്വേഷനാണ്. പ്രൈമറി ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു ഫിസ്ക്കൽ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ഓപ്ഷൻ പ്രൈമറി ഡെഫിസിറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. ഞാൻ പറഞ്ഞില്ലേ ഇത് റൈറ്റ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? റൈറ്റ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഹാഫ് സോൾഡായി നമ്മളുടെ ആൻസറും കിട്ടി. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലായിരുന്നോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. GDP at factor cost equals to, അതായത് GDP at factor costൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, റൈറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം GDP at factor cost എന്താണെന്ന് നോക്കിയാലോ. GDP at factor cost എന്താണെന്ന് നോക്കുന്നതിന് മുമ്പേ ആദ്യം GDP എന്താണെന്നും factor cost എന്താണെന്നും നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ GDP എന്ന് പറഞ്ഞാൽ എന്താ? GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡിൽ ഒരു കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടോട്ടൽ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്. GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? GDP അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചെലവിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? GDP ഫാക്ടർ കോസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ GDP അറ്റ് ഫാക്ടർ കോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് വഴി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. പ്രൊഡക്റ്റ് മെത്തേഡ് വഴി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. സിൻസ് അത് പ്രൊഡക്റ്റ് മെത്തേഡ് വഴി ആയതുകൊണ്ട് തന്നെ ഗ്രോസ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു GDP. നമ്മളുടെ പ്രൊഡക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് ഗ്രോസ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു GDP. അതൊക്കെ അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മളുടെ നെറ്റ് വാല്യൂ ആഡഡിൻ്റെ ഈ പറഞ്ഞ മെത്തേഡ് വഴി ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു നമ്മളുടെ GVA മൈനസ് ഡിപ്രിസിയേഷൻ. ഓക്കെ അല്ലേ? നെറ്റ് വാല്യൂ ആഡഡിൻ്റെ ഇക്വേഷൻ എന്താണ്? GVA മൈനസ് ഡിപ്രിസിയേഷൻ. സിൻസ് നമ്മൾ GVA ഈക്വൽ ടു GDP എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം ഈ GVAനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? GDP ആയിട്ട് കണക്കാക്കും. നമ്മൾക്ക് എന്താണ് വേണ്ടത്? GDP ആണല്ലോ വേണ്ടത്. അപ്പോൾ നെറ്റ് വാല്യൂ ആഡഡിൻ്റെ അടുത്തേക്ക് ഈ മൈനസ്
ഡിപ്രിസിയേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഇക്വേഷൻ അവിടെ ചേഞ്ച് ആകും. അപ്പോൾ നെറ്റ് വാല്യൂ ആഡഡ് പ്ലസ് ഡിപ്രിസിയേഷൻ എന്നാകും. അപ്പം നമ്മളുടെ ഇക്വേഷൻ എന്താവും? GDP at factor cost equal to net value added plus depreciation എന്നാകും. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് നെറ്റ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു GVA മൈനസ് ഡിപ്രിസിയേഷൻ എന്നാണ് നെറ്റ് വാല്യൂ ആഡഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് വാല്യൂ ആഡഡിൻ്റെ ഇക്വേഷനിൽ GVA എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? GDP ആയിട്ട് കണക്കാക്കാം. സിൻസ് GVA ഈക്വൽ ടു GDP. ഓക്കെ അല്ലേ? ഇവിടെയുള്ള ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഈ ഡിപ്രീസിയേഷനെ നമ്മൾ നെറ്റ് വാല്യൂ ആഡഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. നെറ്റ് വാല്യൂ ആഡഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പം ഇക്വേഷൻ എങ്ങനെ മാറും? നെറ്റ് വാല്യൂ ആഡഡ് പ്ലസ് ഡിപ്രീസിയേഷൻ ഈക്വൽ ടു GDP എന്നാവും. അപ്പോൾ നമ്മളുടെ ആൻസർ കിട്ടിയില്ലേ? ആൻസർ എന്താണ് അവിടെ? നെറ്റ് വാല്യൂ ആഡഡ് പ്ലസ് ഡിപ്രീസിയേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. GDP at factor cost equal to net value added plus depreciation. ഓക്കെ അല്ലേ? നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ കമ്പോണൻറ്റ് ഓഫ് യൂണിയൻ ബഡ്ജറ്റ്? യൂണിയൻ ബഡ്ജറ്റിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് ഈ 4ൽ ഏതാണ് എന്നാണ് നോക്കേണ്ടത്. ഈ 4ൽ ഏതാണ് യൂണിയൻ ബഡ്ജറ്റിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത്? ഇത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൽ റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റും ഇത് 3ഉം എന്താണ്? നമ്മളുടെ യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. മാത്രമല്ല ക്യാഷ് ബഡ്ജറ്റാണ് നമ്മളുടെ യൂണിയൻ ബഡ്ജറ്റിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും. ഓക്കെ അല്ലേ? 4th ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണെന്ന് വായിച്ച് നോക്കിക്കേ. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേരിയബിൾസ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ? ഈ താഴെ പറഞ്ഞിരിക്കുന്ന വേരിയബിളുകളിൽ ഏതിനെയാണ് ഒരു ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്ന് ചോദിച്ചേക്കുന്നത്? നോക്കിയാലോ, ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ ആ ഒരു സാധനത്തിൻ്റെ വില ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താ? നമ്മൾ പ്രൈസ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ ആണോ? ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ. പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസസ് എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുമോ? ഒബ്വിയസ്ലി അഫക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെപ്സി ആൻഡ് കൊക്കക്കോള. അപ്പോൾ കൊക്കക്കോളയുടെ വില വളരെ കുറവാണെങ്കിൽ അവർ വില കുറയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സ് എല്ലാം പോയി കൊക്കക്കോള വാങ്ങി കുടിക്കും. അപ്പോൾ ഈ പെപ്സീൻ്റെ ഡിമാൻഡ് കുറയില്ലേ? അപ്പോൾ എന്താണ്? പ്രൈസസ് ഓഫ് എ റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസസും ഡിമാൻഡിനെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ആണോ? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും അല്ല. അടുത്ത പോയിന്റ് നോക്കിയാൽ കൺസ്യൂമേഴ്സ് ഇൻകം എന്ന് പറയുമ്പോൾ കൺസ്യൂമറിൻ്റെ ഇൻകം ലെവല് അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിയെയും വില്ലിങ്നെസ്സിനെയും അഫക്റ്റ് ചെയ്യത്തില്ലേ? ഒബ്വിയസ്ലി അഫക്റ്റ് ചെയ്യും. അതായത് ചിലപ്പോൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് ചില പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ തേർഡ് ഓപ്ഷൻ ആണോ? തേർഡ് ഓപ്ഷൻ അല്ല. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ സപ്ലൈ ആണ് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഡിമാൻഡിനില്ല. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആൻസർ ഏതാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പമായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാവുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്